പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം എഞ്ചിൻ ഓഫാക്കിയതാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമെന്ന് ഇറ്റാലിയൻ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ. കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും ഇറ്റാലിയൻ പത്രമായ കോറിയ ഡെല്ലെ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളാണ് എഞ്ചിൻ ഓഫ് ചെയ്തത്. അപകടത്തിന് തൊട്ടു മുൻപ് സുമിത് തുടർച്ചയായി എഞ്ചിൻ ഓഫാക്കിയിരുന്നു. ആദ്യം ക്യാപ്റ്റൻ ഇരുന്ന വശത്തെ ഇടത് എഞ്ചിനും പിന്നീട് വലത് എഞ്ചിനും ഓഫാക്കുകയായിരുന്നു. പത്രത്തിൽ ഇക്കാര്യങ്ങളും പറയുന്നുണ്ട്. എഞ്ചിൻ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് സഹ പൈലറ്റ് ചോദിക്കുന്ന വോയിസ് റെക്കോർഡ് നേരത്തെ പുറത്തു വന്നിരുന്നു. അപകടത്തിന് പിന്നാലെ സുമിത്തിനെതിരെ സമാന സംശയം ഉയർന്നെങ്കിലും അപകടം പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് ആരോപിച്ച് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷനും സുമിത്തിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവനൊടുക്കിയ സംഭവത്തിൽ ആദായനികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SITയുടെ കണ്ടെത്തൽ. റോയിയെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവില്ല. റോയി ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. അതേസമയം റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടുകയാണ് പോലീസ്. ബിസിനസ് രംഗത്തെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ റോയിയുടെ 3 അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരം മേയറും സംഘവും ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് കൂടിക്കാഴ്ച. JP നദ്ദയെയും സംഘം കാണും. കൗൺസിലർമാരുടെ സംഘം ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളെ സംഘം രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെയും മറ്റ് ദേശീയ നേതാക്കളെയും കാണും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 115 ജനപ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. പുതുയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മാധ്യമങ്ങളെ പഴിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇല്ലാത്ത സംഭവം മാധ്യമങ്ങൾ ഊതിവീർപ്പിക്കുന്നുവെന്ന് വിമർശിച്ചു. എന്നാൽ സ്നേഹത്തള്ളലെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ വിശദീകരണം. ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.